രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനകൾ ഫലത്തിൽ അവരുടെ ഒപ്പമുള്ള RJD, സമാജ്വാദി പാർട്ടി തുടങ്ങിയ പാർട്ടികളെയുമാണ് ബാധിക്കാൻ പോകുന്നത്. കാരണം രാഷ്ട്രീയമായി BJPയെ എതിർക്കുന്നവരും പ്രത്യയശാസ്ത്രപരമായ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നവരും ഉൾപ്പെടെ പഹൽഗാം ഭീകരാക്രമണത്തിന് പ്രതികാരമായി കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നിലപാടുകളെ അംഗീകരിക്കുന്നവരാണ്. ഓപ്പറേഷൻ സിന്ദൂറും പാകിസ്ഥാനുമായി തുടർന്നുണ്ടായ സംഘർഷവുമെല്ലാം ഇപ്പോൾ ഏറെ വെട്ടിലാക്കിയിരിക്കുന്നത് കോൺഗ്രസിനെയാണ്. ശക്തമായ ഒരു നിലപാട് സ്വീകരിക്കുന്നതിന് പകരം വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും ഉയർന്ന് കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിനെയാണ് വീണ്ടും പ്രഹരമേൽപ്പിക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ എത്ര യുദ്ധവിമാനങ്ങൾ നഷ്ടമായെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടത് കോൺഗ്രസിന് തന്നെ തിരിച്ചടിയാകാനാണ് സാധ്യത. കാരണം ഇന്ത്യ പാക് സംഘർഷത്തിൽ ഇന്ത്യയുടെ ഭാഗത്ത് എന്ത് ചെറിയ നഷ്ടമുണ്ടായാൽ പോലും അത് പുറത്തു വരരുത് എന്ന് ആഗ്രഹിക്കുന്നത് സൈന്യമോ ഭരണകൂടമോ മാത്രമല്ല, പൊതുസമൂഹം കൂടിയാണ്. ഇപ്പോഴുണ്ടായ സംഘർഷത്തിൽ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനെ തരിപ്പണമാക്കിയെന്നത് ലോകം അംഗീകരിക്കുന്ന യാഥാർത്ഥ്യമാണ്. കറാച്ചിയിലും സൈനിക ആസ്ഥാനമായ റാവൽപിണ്ടിയിലും വരെ ഇന്ത്യൻ സൈന്യം ആക്രമണം നടത്തിയെന്ന് ഒടുവിൽ പരസ്യമായി സമ്മതിച്ചത് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് കൂടിയാണ്. 3 രാജ്യങ്ങളൊഴികെ ലോകത്തെ മറ്റു എല്ലാ രാജ്യങ്ങളും പിന്തുണച്ചതും ഇന്ത്യയാണ്. ഇത്രയും വലിയ സർവാധിപത്യം മുൻപൊരിക്കലും ഇന്ത്യക്ക് ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നതിലും കാര്യമുണ്ട്. വസ്തുത ഇതായിരിക്കെയാണ് കേവലം രാഷ്ട്രീയ താല്പര്യം മാത്രം മുൻനിർത്തി രാഹുൽ ഗാന്ധി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഉടൻ നടക്കാനിരിക്കുന്ന ബീഹാർ, UP തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടാണ് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിരിക്കുന്നത് എന്നതും വ്യക്തമാണ്. എന്നാൽ അദ്ദേഹം ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനകൾ ഫലത്തിൽ കോൺഗ്രസിനും അവരുടെ ഒപ്പമുള്ള RJD, സമാജ്വാദി പാർട്ടി തുടങ്ങിയ പാർട്ടികളെയുമാണ് ബാധിക്കാൻ പോകുന്നത്.